ബാംഗ്ലൂർ പോകാൻ ഞങ്ങൾ പ്ലാൻ ഇട്ട സമയത്താണ് ഉറപ്പിച്ചൊരു കാര്യമാണ് എന്തായാലും ഐക്യ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നത്. സോ ഐക്യ സ്റ്റോറിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഐക്യ ഒരു സ്വീഡിഷ് ബേസ് കമ്പനിയാണ്. ഇവർ ഹോം ഫേർണിഷിംഗ് പ്രോഡക്റ്റ്സ് ആണ് സെൽ ചെയ്യുന്നത്. ഡിസൈനർ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സാണ് ഇവരുടെ ഒരു പ്രത്യേകത. എല്ലാം നമുക്ക് റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സാണ്. അതായത് ഇതൊക്കെ ഊരി പാക്ക് ചെയ്ത് ഒരു പെട്ടിയിലാക്കി തരും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാം. അത്രയ്ക്കും സിമ്പിളാണ് ഇവരുടെ പരിപാടി. ആൻഡ് ഭയങ്കര സസ്റ്റൈനബിൾ ആണ് ഇവരുടെ ഫേർണിച്ചേഴ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് സ്റ്റോർ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു വീട് പണിതിട്ട് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ വെക്കാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫേർണിച്ചേഴ്സും സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ഹോം ഫേർണിഷിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ എന്തായാലും അവർക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. നമ്മൾ ഹോം സെൻറ്ററിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ ഫീലൊക്കെ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ. എക്സ്പീരിയൻസ് സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലോസ്റ്റായി പോകുന്ന പോലെയായിരുന്നു. അത്രമാത്രം ഐറ്റംസ് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായി. നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പോലും തോന്നില്ല, ബിക്കോസ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ, ഫേർണിച്ചേഴ്സ് ആണെങ്കിലും ഇതുപോലെ ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടും നമ്മുടെ നാട്ടിൽ സെല് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഈ സംഭവം കൊച്ചിയിലൊന്നുമില്ല. ബാംഗ്ലൂരും ഹൈദരാബാദിലാണ് സൗത്ത് ഇന്ത്യയിൽ ഐക്യയുടെ സ്റ്റോഴ്സ് തന്നെ ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള പരിപാടിയും നടക്കില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സോഫ്റ്റ് ടോയ്സ് വിൽക്കുന്ന ഒരു സെക്ഷനാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ബേറിനെയൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണമെന്ന് തോന്നി. പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം അവിടെ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. പല ആനിമൽസും ശരിക്കും റിയലിസ്റ്റിക് തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടിട്ട് നമുക്ക് എല്ലാം കൂടി വാരിക്കെട്ടി കൊണ്ടുപോയാലോന്ന് തോന്നും. നാട്ടിലൊരു 2000-3000 രൂപ വിലയുള്ള ഐറ്റംസൊക്കെ ഒരു 899, 999 റേഞ്ചിലൊക്കെയാണ് ഇവിടെ സെല് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും കൊതി വരുമല്ലോ. അങ്ങനെ ഈ ഒരു സെക്ഷനൊക്കെ കവർ ചെയ്യും. കുട്ടികളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇറങ്ങാനേ നമുക്ക് പറ്റില്ല. അതിന് മാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് വലിയൊരു ഫുഡ് കോർട്ട് ഇവരുടെ മുകളിലത്തെ നിലയിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. സ്നാക്സും അതുപോലെ തന്നെ മെയിൻ കോഴ്സ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്ലേ ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് തരുന്ന സമയം കൊണ്ട് കുട്ടികളെ വേണമെങ്കിൽ നമുക്കിവിടെ കളിക്കാനൊക്കെ ഇരുത്താം. പിന്നെ ടൂൾസിൻ്റെ കുറച്ചധികം വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കോർട്ട് മുകളിലുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ കാഫറ്റീരിയ താഴത്തുണ്ട് കേട്ടോ.